ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അതായത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ്റെ തേർഡ് ബ്ലോക്കിലേക്ക് പോവാണ്. സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് സാധനം. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് നോക്കുന്നത്. സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതും 20 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സാമ്പിളിങ്, എന്താണ് സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ 3-4 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നോട്ടീസ് നോക്കാം. ടൈമിൽ നമുക്ക് നോട്ടീസ് നോക്കാനേ പറ്റത്തുള്ളൂ. ഈ കാണുന്ന ഫിഗറിൽ പറയുന്ന പോലെ നമുക്ക് പഠിക്കേണ്ടത് ഇത്രയും വലിയ ഈ ഒരു റെക്റ്റാങ്കിൾ കാണുന്നുണ്ടല്ലോ, ഈ റെക്റ്റാങ്കിൾ പോലെ വലിയൊരു സാധനം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ അത്രയും പഠിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ അത്രയും ആൾക്കാർ അല്ലെങ്കിൽ അത്രയും സാധനങ്ങളെ റീച്ച് ചെയ്യാനുള്ള ഒരു സമയവും സന്ദർഭവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊരു ചെറിയ പാർട്ട് എടുത്ത് എന്ത് ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്, ഈ ചെറിയ പാർട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ എന്ത് ഉത്തരം കിട്ടുമോ അത് ഈ ഹോൾ പാർട്ട് എവിടെ എടുത്ത് സ്റ്റഡി ചെയ്താലും നമുക്ക് കിട്ടും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അരി വേവിക്കുകയാണ്. ഓക്കെ, ഒരു പുതിയൊരു തരം അരി നമുക്ക് കിട്ടി. നമ്മൾ എന്ത് ചെയ്യാണ്, അടുപ്പത്തിട്ട് വേവിക്കുകയാണ്. ഈ വേവിക്കുന്ന അരി വെന്തോ എന്നറിയാൻ നമ്മൾ മുഴുവൻ ചോറും കഴിച്ചു വെക്കൂല. നമ്മൾ എന്തേ ചെയ്യത്തുള്ളൂ, ഒരു സ്പൂണിട്ട് ഒരല്പം ചോറെടുത്തിട്ട് കഴിച്ചു വെക്കും. ഓക്കെ, നമ്മൾ സ്പൂണിട്ട് എടുക്കുമ്പോൾ അതിൽ കിട്ടിയ അരി വെന്തിട്ടുണ്ടെങ്കിൽ ഈ കലത്തിൽ കിടക്കുന്ന അരിയും വെന്തിട്ടുണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ്. എന്താണ്, നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഹ്യൂജ് പോപ്പുലേഷനിൽ നിന്ന് ആ ഹ്യൂജ് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അവിടെയാണ് ഇമ്പോർട്ടൻസ്. ആ ഹ്യൂജ് പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു പാർട്ടിനെ എടുത്ത് സ്റ്റഡി ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എടുക്കുന്ന ഒരു ചെറിയ പാർട്ടിനാണ് നമ്മുടെ സാമ്പിൾ ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സാമ്പിൾ എടുക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഈ സാമ്പിളിന് ഉണ്ടാകുന്ന ഒരു ഫീച്ചറിന് സ്റ്റാറ്റിസ്റ്റിക് എന്നും, ഓക്കെ, ആ പോപ്പുലേഷൻ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഹ്യൂജ്, ആ ടോട്ടാലിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു ഫീച്ചറിനെ പാരാമീറ്റർ എന്ന് വിളിക്കും. ഈ പാരാമീറ്റർ ഈ സ്റ്റാറ്റിസ്റ്റിക് തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പൊതുവെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പോലത്തെ കാര്യങ്ങളിലകത്തൊക്കെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഒരു പരിപാടി അതാണ്. വലിയൊരു എന്താ പറയുക, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിലനിൽക്കുന്നതിന് അവിടെ വേണമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. നമുക്ക് അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകണ്ട. അപ്പോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ഐഡിയ ഉണ്ടാവുക. മനസ്സിലായല്ലോ, ഒരു ഹ്യൂജ് പോപ്പുലേഷനകത്ത് നിന്ന് ഒരു ചെറിയൊരു പാർട്ട് എടുത്ത് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. എന്ത് ടെസ്റ്റ് ആയിക്കോട്ടെ, എന്ത് പഠിക്കുന്നതായിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നത് മലയാളികൾക്ക് ദം ബിരിയാണി, അല്ലെങ്കിൽ ദം ബിരിയാണി, ഞാനിപ്പോൾ ഒരു കാറ്ററിംഗ് കോളേജിൽ നിൽക്കുന്നതിന് പെട്ടെന്ന് മനസ്സിലായി അതൊക്കെ വരുന്നുള്ളൂ. മലയാളികൾക്ക് ദം ബിരിയാണി ഇഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റഡി നടത്തുകയാണ്. ഞാൻ എന്ത് ചെയ്യാണ്, കേരളം മൊത്തം പോയി ദം ബിരിയാണി കഴിക്കുന്ന എല്ലാവരുടെ അടുത്തും ചോദിച്ചാൽ എനിക്ക് യഥാർത്ഥ ഉത്തരം കിട്ടും. മലയാളികൾക്ക് ദം ബിരിയാണി ഇഷ്ടമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. പകരം ഞാൻ എന്തെടുക്കുകയാണ്, തിരുവനന്തപുരത്തുള്ള ആൾക്കാരെ മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഞാനവിടെ പറയുന്ന റീസൺ, തിരുവനന്തപുരത്തുള്ള ആൾക്കാർ എല്ലാതരം ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. കേരളത്തിലുടനീളമുള്ള ആൾക്കാർ തിരുവനന്തപുരത്ത് വന്നു പോകുന്നുണ്ട്. ഈ പറഞ്ഞ കാരണങ്ങളാൽ തിരുവനന്തപുരത്തുള്ള ആൾക്കാരുടെ ദം ബിരിയാണിയോടുള്ള ഇഷ്ടം പഠിച്ചു കഴിഞ്ഞാൽ അത് കേരളം മൊത്തമാണ് അസ്യൂമിയുന്നതിൽ വലിയ തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ അറിയേണ്ട 1-2 കാര്യങ്ങളാണ്. പോപ്പുലേഷൻ്റെ സൈസ് എത്രയെന്ന് നമ്മൾ ക്യാപിറ്റൽ എന്നീ പറയുമ്പോൾ സാമ്പിളുടെ സൈസ് സ്മോൾ എന്നിലായിരിക്കും പറയുന്നത്. പോപ്പുലേഷൻ്റെ മീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂ എന്ന് വിളിക്കുന്നത്. സാമ്പിളുടെ മീനെ എക്സ് ബാർ എന്ന് വിളിക്കും. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സിഗ്മ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതല്ലേ സിഗ്മ, ഇതും സിഗ്മയാണ് അതും സിഗ്മയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുകൂടാ, അവരങ്ങനെ വിളിക്കുന്നു, ഞാനും വിളിക്കുന്നു. സാമ്പിളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്താൽ സ്മോൾ എസ് എന്ന് വിളിക്കും. പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനെ പി എന്നും ഇതിനെ സ്മോൾ പി എന്ന് വിളിക്കും. എന്തിനാണെന്ന് നമ്മൾ അടുത്ത പാർട്ടിലാണ് അറിയാൻ പോകുന്നത്. ഇവരിവിടെ പറഞ്ഞ ഒരു ഇതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സാമ്പിൾ മാത്രം എടുത്ത് പഠിക്കൂ. ഇനി സെൻസസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഹോൾ പോപ്പുലേഷനെ കുറിച്ച് പഠനം നടത്തുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻസസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ആ സെൻസസ് ഉണ്ടല്ലോ 10 വർഷത്തിലൊരിക്കലൊക്കെ നടക്കുന്നത്, അതൊരു ടൈപ്പ് ഓഫ് സെൻസസ് മാത്രമാണ്. ആ ഒരു പ്രോസസ്സിനാണ് സെൻസസ് എന്ന് യഥാർത്ഥത്തിൽ വിളിക്കുന്നത്. എന്താണ് പ്രോസസ്സ്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കാൻ നോക്കുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ദം ബിരിയാണി ഇഷ്ടമാണോ എന്നറിയാൻ ഞാൻ എന്ത് ചെയ്യാണ്, കേരളത്തിലുള്ള ദം ബിരിയാണി കഴിക്കുന്ന എല്ലാവരോടും ചോദിക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സ്റ്റഡീസിനെ സെൻസസ് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് എന്ന് വിളിക്കാം. ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ സാമ്പിളിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സമയം ലാഭിക്കാം, ചിലവ് ചുരുക്കാം. മറ്റേതെന്താണ്, പലയിടത്തും ഇമ്പോസിബിൾ ആയിരിക്കും എല്ലായിടത്തും പോയി ചോദിക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ ലിമിറ്റേഷനൊക്കെ ഒന്ന് മറികടക്കാനാണ് സാമ്പിളിംഗ് ഉപകാരപ്പെടുന്നത്.
ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മുടെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് പോകുന്ന എന്ത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്. ബേസിക്കലി പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ വേറെ എന്തായാലും ബേസിക്കലി സാമ്പിളിങ്ങിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും വേറൊന്ന് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. എന്താണ് ഈ ബേസിക് ഡെഫിനിഷൻ ചോദിച്ചാൽ, ചാൻസിൻ്റെ ബേസിസിലാണ്. അതായത് നമ്മൾ സാമ്പിളിങ് ചെയ്യുമ്പോൾ, അതായത് നമ്മളൊരു വലിയ പോപ്പുലേഷനിൽ നിന്ന് ഒരു ചെറിയ സാമ്പിളിനെ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ യൂണിറ്റിനും, ആ സാമ്പിളിൻ്റെ അകത്തുള്ള എല്ലാ ഇൻഡിവിജ്വൽ യൂണിറ്റിനും സെലക്ട് ചെയ്യപ്പെടാൻ തുല്യ അവസരം കിട്ടുകയാണെങ്കിൽ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് വിളിക്കും. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എങ്ങനെയാണെന്നറിയോ? അങ്ങനെ എല്ലാവർക്കും തുല്യ സാധ്യതയൊന്നുമില്ല. എടുക്കുന്ന ആളുടെ കൺവീനിയൻസ് അനുസരിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ പോകുന്നത്. അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ അകത്ത് എന്തില്ല? ദെയർ ഇസ് നോ ഈക്വൽ ചാൻസ് ഫോർ എവറി യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ടു ബി സെലക്റ്റഡ്. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ആ എടുക്കുന്ന ആളുടെ കഴിവ് പോലെയോ അല്ലെങ്കിൽ എടുക്കുന്ന ആളുടെ ഒരു കൺവീനിയൻസോ പെട്ടെന്ന് കാര്യം തീർക്കാനായിരിക്കും അയാൾ അവിടെ ചെയ്യുന്നത്. ഒരു ഒട്ടുമിക്ക സ്റ്റഡിയിലൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന സ്റ്റഡിയിൽ നോൺ പ്രോബബിലിറ്റി ആയിരിക്കും ചെയ്യുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ടെന്ന് ജസ്റ്റിഫയബിൾ ആയിട്ട് നമ്മൾ ഉറപ്പാക്കും. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ മെത്തേഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സാമ്പിളിങ്ങിനെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും തിരിക്കുന്നത് പോലെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ അകത്ത് ടെക്നിക്സ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റിക്കകത്ത് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു വലിയൊരു കഥയായിട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഇത് 20 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞാൽ നോക്കാം. ഇവർ പറയുന്നത് നോക്കാം. പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ദ ഡിസിഷൻ വെദർ എ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ ഓർ നോട്ട് ഇസ് ഗവൺ ബൈ ചാൻസ് എലോൺ. കണ്ടില്ലേ, ചാൻസിനാണ് ഇമ്പോർട്ടൻസ്. അതൊക്കെ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. സെയിം ടൈം എല്ലാവർക്കും എന്തുണ്ട്, ഈക്വൽ ചാൻസ് ഉണ്ട്. വേറെന്ത് പറയുന്നുണ്ട്? ഇനി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താ പറയുന്നത്? എനി സാമ്പിളിംഗ് പ്രോസസ് വിച്ച് ഡസ് നോട്ട് എൻഷുർ ദ നോൺ സീറോ പ്രോബബിലിറ്റി ഫോർ ഈച്ച് എലമെൻറ്റ്. ഇൻ ദിസ് കേസ് സാമ്പിൾസ് മേ ബി പിക്ഡ് അപ്പ് ബേസ്ഡ് ഓൺ ദ ജഡ്ജ്മെൻറ്റ്. കണ്ടോ, ബേസ്ഡ് ഓൺ ദി ജഡ്ജ്മെൻറ്റ് ഓർ ദ കൺവീനിയൻസ് ഓഫ് ദ എന്യൂമറേറ്റർ. എന്യൂമറേറ്റർ എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഹൂ ഈസ് മേക്കിംഗ് ദ സ്റ്റഡി, അയാളാണ് നമ്മൾ, അല്ലെങ്കിൽ ഡേറ്റ ആരാണ് കളക്ട് ചെയ്യുന്നത് അയാളാണ് എന്യൂമറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി ഇതാ നോക്കൂ, പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ മെത്തേഡ്സ്. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഈ നാലും വളരെ ക്ലാസിക്കായിട്ടുള്ള എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്? നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എ മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് വേർ എവറി യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് ഈക്വൽ ചാൻസ് ടു ബി സെലക്റ്റഡ്. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ടാകുന്ന മെത്തേഡുകളാണ് ഈ പറഞ്ഞ 4 മെത്തേഡ്. ഏറ്റവും ആദ്യം എന്താ പറയുന്നത്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഇത് കണ്ണും പൂട്ടി അങ്ങ് എടുക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഞാൻ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാൻഡമായിട്ട് എടുക്കും. നമുക്ക് ഒരു പ്രത്യേക ജഡ്ജ്മെൻ്റ് ഇല്ല. ഇന്ന ഒരാളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒരു എന്തില്ല, ഒരു എന്താ പറയുമല്ലോ, ഒരു അജണ്ട ഇല്ല. അജണ്ട ഒന്നും ഇല്ലാതെ ഞാൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി വളരെ റാൻഡമായിട്ട് ആൾക്കാരെ പിക്ക് ചെയ്തെടുക്കുന്നതാണ് റാൻഡം സാമ്പിളിങ്. അവിടെ എന്ത് തന്നെയാണ്, എല്ലാവർക്കും സെലക്ട് ചെയ്യപ്പെടാൻ ഈക്വൽ ചാൻസ് ഉണ്ട്. ആർക്കും ഒരു മുൻഗണനയോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ കേരളത്തിലുള്ളവർക്ക് ദം ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരെ മാത്രം എടുക്കുന്നത്. ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരാളായതുകൊണ്ടും അതെനിക്ക് സൗകര്യമായതുകൊണ്ടും ആണെങ്കിൽ അതെന്തല്ല, ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ല. കാര്യം എന്താണ്, എൻ്റെ കൺവീനിയൻസ് ഞാൻ അവിടെ എടുത്തത്. അതേസമയം ഞാൻ കണ്ണും പൊട്ടി പല ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഏറ്റെടുക്കുന്നു. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതിനാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്, എല്ലാവർക്കും ഈക്വൽ ചാൻസ് ഉണ്ടായിരുന്നു ടു ബി സെലക്റ്റഡ്. അതിൻ്റെ കഥകളാണ് ഈ പറയുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റി വെർഷനാണ് ഈ പറയുന്നത്. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നോക്കാം. ഞാനത് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കുന്നില്ല. അത് ഇൻ പ്രാക്ടീസ് നമ്മളെ ലോട്ടറിയൊക്കെ സെലക്ട് ചെയ്യുന്നത് എന്താണ്, ഈ പറഞ്ഞ സിമ്പിൾ റാൻഡം മെത്തേഡിൻ്റെ അകത്താണ്. ഞാനതൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇനി അടുത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ പോപ്പുലേഷനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവർ പറയുന്ന കഥ തന്നെ ഉണ്ട്. നമുക്ക് ഒരു 100 പേരുടെ അകത്തിൽ നിന്ന് 10 പേരെയാണ് എടുക്കേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാമ്പിൾ സൈസ് 10 പേരാണ്. അപ്പോൾ ഈ 100 പേര് എന്ത് ചെയ്യും, 10 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോ പാർട്ടിൻ്റെ ഇടയിൽ നിന്ന് ഒരാളെ വീതം എടുക്കും. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പറയുന്നത് ഒരു സിസ്റ്റം നമ്മളോട് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. നമ്മൾ ഈക്വലായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എത്ര നമ്പർ ഓഫ് പീപ്പിളാണ് വേണ്ടത് അത്രയും നമ്മൾ എടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ആൾക്കാർക്ക് ഇപ്പോൾ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പർ നമ്മൾ പണ്ട് ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. ടീച്ചർമാർ എന്ത് ചെയ്യും,
എല്ലായിടത്തും 1 2 1 2 എന്ന് പറഞ്ഞു പോകാൻ പറയും. 1 എല്ലാം ഒരു സൈഡിലേക്ക് വരും, 2 എല്ലാം ഒരു സൈഡിലേക്ക് വരും എന്ന് പറയാറില്ലേ. ഇതുപോലെ എന്ത് ചെയ്യും, നമുക്ക് 10 പേരാണ് വേണ്ടതെങ്കിൽ 1 to 10 വരെ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറയാൻ പറയും. എന്നിട്ട് ആ 10 എന്ന നമ്പർ കിട്ടിയ ആൾക്കാരുണ്ടല്ലോ അവരെ നമ്മളങ്ങ് എടുക്കും. നമുക്കറിയില്ല ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന്. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ എടുക്കുന്നു. മനസ്സിലായില്ലേ? ഇതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് നോക്കി. ഒന്ന് എന്തായിരുന്നു, ഈ പറഞ്ഞ പോലെ നമ്മുടെ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങും ഇത് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങും. വായിച്ചു നോക്കുക, അവർ അത്യാവശ്യം കഥകൾ പറയുന്നുണ്ട്. പിന്നീടാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്ററും അത്യാവശ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനമാണ്. നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും ഒരുമിച്ച് പറയുകയാണേ. അതായത് സ്ട്രാറ്റിഫൈഡിലും ക്ലസ്റ്റർ സാമ്പിളിങ്ങിലും ചെയ്യുന്ന എന്താണെന്നറിയോ, നമ്മുടെ കയ്യിലുള്ള പോപ്പുലേഷനെ ഇവർ ചെറിയ ചെറിയ സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഓക്കെ, ഈ സബ് ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും മെത്തേഡിൻ്റെ പേര് വരുന്നത്. ഞാൻ ഈ സബ് ഗ്രൂപ്പിനെ സ്ട്രാറ്റ എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ടോട്ടലിനെ സ്ട്രാറ്റം എന്ന് പറയും. ഓക്കെ, ഞാനിതിനെ സ്ട്രാറ്റ എന്ന് വിളിച്ചാൽ അത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. ഞാനിതിനെ ക്ലസ്റ്റർ എന്ന് വിളിച്ചാൽ അതെന്താണ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. പക്ഷേ ചുമ്മാ അതല്ല ഞാൻ സ്ട്രാറ്റ എന്നോ ക്ലസ്റ്റർ എന്നോ വിളിക്കുന്നത്. ഞാൻ വീണ്ടും എൻ്റെ പഴയ എക്സാമ്പിളിലേക്ക് പോവാണ്. എനിക്ക് പറയേണ്ട എന്താണ്, കേരളത്തിലുള്ളവർക്ക് ദം ബിരിയാണി ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്തു, ഇതറിയാൻ വേണ്ടിയിട്ട് ഓക്കെ, ഞാൻ സെലക്ട് ചെയ്ത ആൾക്കാരെ, എനിക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ്. ഞാൻ ഗ്രൂപ്പ് തിരിച്ചത് വെറുതെ അല്ല. ഞാൻ ഒരു കാസ്റ്റിലുള്ള ആൾ ഇതാണ്, ഇയാൾ മറ്റേ കാസ്റ്റിലെ ആളാണ്, ഇയാൾ അടുത്ത കാസ്റ്റിലെ ആൾ. കാര്യം ചില കാസ്റ്റുകൾ ദം ബിരിയാണി അക്സെപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ മതം സംസാരിക്കുന്നതല്ല, ഇസ്ലാം മതക്കാർ ഒരു പക്ഷേ അവർക്ക് ദം ബിരിയാണി പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തേക്കാം, ആണെന്നോ അല്ല നമുക്ക് സ്റ്റഡി ചെയ്ത് പറയാൻ പറ്റത്തില്ല. അതേസമയം ഹിന്ദുക്കൾ അട്രാക്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം, അതും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കയ്യിലിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഈ പറഞ്ഞ പോലെ മതത്തിൻ്റെ ബേസിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് മതമൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവരെ വേറൊരു ഗ്രൂപ്പാക്കി, മറ്റേ അത്തീസ്റ്റുകളുണ്ടല്ലോ അവരെ ഞാൻ വേറെ ഗ്രൂപ്പാക്കി. ഇങ്ങനെ എന്തോ ഒരു ക്യാരക്ടറിൻ്റെ ബേസിലാണ് ഞാൻ ആൾക്കാരെ ഗ്രൂപ്പ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് വിളിക്കും. അങ്ങനെ ഞാൻ ചെയ്ത ഗ്രൂപ്പുകളെ സ്ട്രാറ്റ എന്നും വിളിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടും എന്ത് തന്നെയാണ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയിരുന്നാലും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആയിരുന്നാലും നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള പീപ്പിളിനെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ നടത്തുന്നത്. പക്ഷേ നമ്മൾ സ്ട്രാറ്റിഫൈഡ് ചെയ്യുന്ന എന്താണ്, ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ, ഗ്രൂപ്പ് തിരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തോ ഒരു ക്യാരക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഗ്രൂപ്പിൽ നിന്നും റാൻഡമായിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യും. ഇതിനാണ് എന്താണെന്ന് വിളിക്കുന്നത്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ക്ലസ്റ്ററിൻ്റെ കഥ എന്താണെന്ന് കേൾക്കാം. ക്ലസ്റ്ററിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, ബേസിക്കലി അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെയോ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തിലുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പ്, കൊല്ലത്തുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഞാൻ തിരിക്കുന്നു. എന്നിട്ട് ശ്രദ്ധിക്കുക, ഞാൻ ഇതിൽ നിന്ന് ഓരോരുത്തരായിട്ടല്ല ഇനി എടുക്കാൻ പോകുന്നത്. ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ തിരിച്ച് ഓരോന്നിനും ഞാൻ എന്തെന്ന് വിളിക്കുന്നത്, ക്ലസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ 1 അല്ലെങ്കിൽ 2 ക്ലസ്റ്റർ മൊത്തത്തിൽ അങ്ങ് എടുക്കും. ഇറ്റ് വിൽ റെപ്രസെൻറ്റ് ദ ഹോൾ പോപ്പുലേഷൻ എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ റാൻഡമായിട്ട് എടുക്കുന്ന എന്താണ്, ക്ലസ്റ്ററാണ്. നേരത്തെ സ്ട്രാറ്റിഫൈഡിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഓർമ്മ ഉണ്ടോ, ഞാൻ റാൻഡമായിട്ട് എടുത്തത് എന്താണ്, ഓരോ സ്ട്രാറ്റയ്ക്കകത്ത് നിന്നും റാൻഡം പീപ്പിൾ എടുത്തു. എന്തുകൊണ്ടാണ്, എനിക്ക് വേണ്ട ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ ഞാൻ തിരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എടുക്കുന്ന സാമ്പിൾ അത് റെപ്രസെൻറ്റേറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അതിലെന്ത് വരണം, എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരും വരണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ചെയ്തപ്പോൾ ഓരോ സ്ട്രാറ്റയിൽ നിന്നും റാൻഡമായിട്ട് ആൾക്കാരെ പിക്ക് ചെയ്തത്. ഇവിടെ ഇപ്പം തന്നെ റാൻഡമായിട്ടാണ് കിടക്കുന്നത്. കാര്യം എന്താ, ഞാൻ ഒരു പ്രത്യേക ഫീച്ചറുള്ള ഒരാളെ വെച്ചിട്ടല്ല ഞാനിവിടെ ക്ലസ്റ്ററിൻ്റെ അകത്ത് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലസ്റ്ററിൽ ഞാൻ എന്താ ചെയ്തേക്കുന്നത്, ചുമ്മാ അവർ താമസിക്കുന്ന ഒരു ഏരിയയുടെ ബേസിസിൽ ഞാനിങ്ങനെ ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ അകത്ത് എന്താണ് ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് ആൾക്കാരും കാണും. റാൻഡം ആണല്ലോ, നമുക്ക് വിശ്വാസമൊന്നുമില്ല ഇന്ന അതിനതാണ്. ഈ ക്ലസ്റ്ററുകളെ ആയിരിക്കും ഞാൻ റാൻഡമായിട്ട് എടുക്കുന്നത്, അല്ല ക്ലസ്റ്ററിൻ്റെ അകത്ത് നിന്ന് റാൻഡമായിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യത്തില്ല. അപ്പോൾ ബേസിക് ഡിഫറൻസ് സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്ററും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വായിച്ച് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്.
ഇവിടെ വലിയ കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പറയേണ്ടതാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഒരു മിനിമം വേണം, ബാക്കി നമ്മൾ കയ്യിൽ നിന്നിട്ട് എഴുതാം. നമ്മുടെ സ്വന്തം ഭാഷയിൽ അതിൽ നിന്ന് എഴുതി പിടിപ്പിക്കണം. അവിടെയാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. സാമ്പിളിംഗ് മൾട്ടി സ്റ്റേജ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് സിമ്പിളാണ്, അതും കൂടെ നോട്ടിച്ച് പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ നിർത്താം. ആദ്യത്തേത് കൺവീനിയൻസ് സാമ്പിളിംഗ്. പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, നമ്മുടെ കൺവീനിയൻസിന് ആരാണോ സ്റ്റഡി ചെയ്യുന്നത് അയാളുടെ സൗകര്യം നോക്കിയിട്ട് മാത്രം സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പറയുന്നത് പെർപ്പസീവ് സാമ്പിളിംഗ്. പെർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ എന്തായി മാറുന്നത്, നോൺ പ്രോബബിലിറ്റി ആയി മാറുന്നത്. അവിടെ നമ്മുടെ ചില പെർപ്പസീവ് ആക്ഷൻസ് കാരണം ചില ആൾക്കാർ സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത കുറയുന്നു. അതിലൊന്നതായി പറയുന്ന ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, പിന്നെ 1-2 സാധനങ്ങളും ഉണ്ടായിരുന്നു. ഇവരിതേ പറയുന്നുള്ളൂ, പോട്ടെ. ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ കഴിവുള്ളവർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരെ വച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, വീണ്ടും ഞാൻ എങ്ങോട്ട് പോകുന്നു, എൻ്റെ ഈ സ്റ്റഡിയിലേക്ക് പോകുന്നു. ഈ ബിരിയാണി ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ നടത്തുന്ന സ്റ്റഡി. ഞാൻ എന്ത് ചെയ്യാണ്, ഹോട്ടലുകൾക്ക് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ചിലരെ സെലക്ട് ചെയ്ത് തരിക എന്ന് പറയുകയാണ്. കാര്യം എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള ഒരു കഴിവ് കാണത്തില്ല. ഹോട്ടലുകാർക്ക് എന്തറിയായിരിക്കും, സ്ഥിരം അഭിപ്രായം, കറക്റ്റായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് ഇന്ന സാധനം കൂടുതലാണ്, ഇന്നത് കുറവ്, ഇന്ന ചേഞ്ച് വരുത്തിയത് നന്നായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാർ ഒരു പക്ഷേ ഹോട്ടലുകാർക്ക് പരിചയം കാണും. അപ്പോൾ നമ്മൾ ഹോട്ടലുകാർക്ക് പറയാണ്, നമുക്കിങ്ങനെ സ്റ്റഡി ചെയ്യാനുണ്ട്, എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരെ ഒന്ന് കളക്ട് ചെയ്തതായോ എന്നും പറഞ്ഞ് തരികയാണ് പറയും. ഇപ്പോൾ എക്സ്പേർട്ടുകളായ, അതായത് ഈ കാര്യം പറയാൻ ജഡ്ജ് ചെയ്യാൻ കഴിവുള്ളവരായ ഹോട്ടലുകാരെന്ത് ചെയ്യും, കുറച്ച് ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്കത് എളുപ്പമാണ്. നമുക്ക് പെർപ്പസീവായിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തു, മനസ്സിലായില്ലേ. അവിടെ ഈ ജഡ്ജ്മെൻറ്റ് വന്നതുകൊണ്ട് പലരും അവിടെ റിജക്റ്റായി, വെളിയിൽ കിടക്കുന്ന പലരും ഉണ്ട്. ഒരു പക്ഷേ അവരൊക്കെ നമുക്ക് നല്ലൊരു ഉത്തരം തരാൻ കഴിവുള്ളവരായിരിക്കാം. അതുകൊണ്ട് ഇവരുടെ ബയാസിലേക്ക് വിട്ടുകൊടുക്കുകയാണ്, നമ്മൾ എക്സ്പേർട്ടുകളുടെ ബയാസിലേക്ക് അത് വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, ഓഫ് കോഴ്സ്. പിന്നെ ഉള്ളതാണ് ഈ കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കോട്ട സാമ്പിളിംഗ് ഏതാണ്ട് നമുക്ക് എന്തായിട്ട് തോന്നും, നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആയിട്ട് തോന്നും. ഒരു ഉദാഹരണം പറയും, നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് നമ്മളൊരു പോപ്പുലേഷൻ എടുത്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി തന്നെ വീണ്ടും എന്തായിരുന്നു, നമ്മുടെ ദം ബിരിയാണി എത്ര പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ പോപ്പുലേഷനിലെ 20% ആൾക്കാരെന്താണ്, ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ളവരാണ്, നല്ല കാശുള്ള ടീമാണ്. ഒരു 50 ആൾക്കാരെന്താണ്, ഒരു മിഡിൽ ഇൻകം, 50 അല്ലല്ലോ 30 ഒരു മിഡിൽ ഇൻകം, ഒരു 50% ആൾക്കാരെന്താണ് ഈ പറഞ്ഞ പോലെ ലോ ഇൻകം ഗ്രൂപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ സ്റ്റഡിയിൽ എന്ത് വേണം, ഞാൻ എടുക്കുന്ന പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു 100 പേരുടെ പോപ്പുലേഷൻ എടുത്താൽ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഒരു ഫോർമാറ്റിൽ വേണം ആൾക്കാരാണ്. എന്താണ് ഈ പറഞ്ഞ കോട്ട എന്ന് പറയുന്നതാണല്ലോ. ഞാൻ എടുക്കുന്ന സാമ്പിളിനകത്ത് എനിക്ക് എങ്ങനെ വരണം, 20% ഉറപ്പായിട്ട് എന്തായിരിക്കണം, ഈ പറഞ്ഞ ഹൈ ഇൻകം ഗ്രൂപ്പായിരിക്കണം. 30% ഉറപ്പായിട്ട് എന്തായിരിക്കണം, മിഡിൽ ഇൻകം ആയിരിക്കണം. 50% ഉറപ്പായിട്ടും ലോ ഇൻകം ഗ്രൂപ്പായിരിക്കണം. അപ്പോൾ ഈ കോട്ട തികച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സാമ്പിളുകൾ എടുക്കുന്നത്. അല്ലാതെ എനിക്ക് വിചാരിച്ച ഉത്തരം കിട്ടുമോ, ഈ പറഞ്ഞ ആൾക്കാർക്ക് പറയാനുള്ള കഴിവ് കാണുമോ എന്നുള്ളതെന്ന് ഞാൻ ചിന്തിക്കില്ല. എൻ്റെ ഉദ്ദേശം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ പോപ്പുലേഷൻ ഇങ്ങനെയാണ് ഞാൻ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ കോട്ടയും എനിക്ക് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കിട്ടണം. അങ്ങനെയായിരിക്കണം എനിക്ക് സാമ്പിൾ കിട്ടേണ്ടത്. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ആവണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ എന്തെടുക്കുന്നത്, സാമ്പിൾ എടുക്കുന്നത്. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, കോട്ട സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ സാമ്പിളിങ്ങിൻ്റെ ടെക്നിക്സ് നിൽക്കുകയാണ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റി എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു, നോൺ പ്രോബബിലിറ്റി എന്തുകൊണ്ട് വിളിക്കുന്നു, രണ്ടിൻ്റെ അകത്ത് വന്ന ടെക്നിക്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇതാ പറയുന്നു സാമ്പിൾ സൈസ് എന്ന് പറയുന്നുണ്ട്. സാമ്പിൾ സൈസ് യഥാർത്ഥത്തിൽ ഒരു വലിയ ഫോർമുലയൊക്കെ ഉണ്ട്, എങ്ങനെയാണ് സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ എന്താ പറയുന്നതെന്ന് അറിയോ, സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ എത്ര സാമ്പിൾ എടുക്കണമെന്നുള്ള സത്യം പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഒരു ഫോർമുല ഉണ്ട്. നമ്മുടെ റിസർച്ച് വർക്കൊക്കെ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നൊരു ഫോർമുല ഉണ്ടെങ്കിലും ഇൻ റിയാലിറ്റി അതിനൊരു കൃത്യമായ ഉത്തരവൊന്നുമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എത്ര വലുതാക്കാൻ പറ്റുമോ അത്രയും നല്ലത്. മനസ്സിലായില്ലേ? നിങ്ങൾ 1,00,000 പേരെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു 10,000 പേരെക്കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 1,00,000 പേര് തന്നെ പഠിക്കാൻ വിചാരിച്ചോ. 1,00,000 പേരുടെ കാര്യം അറിയാൻ 100 പേരെടുത്ത് ചോദിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ഒരു മിനിമം ഒരു 10,000 പേരെടുത്തെങ്കിലും ചോദിക്കണ്ടേ, ഒരു 10% ആൾക്കാരെടുത്തെങ്കിലും ചോദിക്കണ്ടേ. അപ്പോൾ ഈ സാമ്പിൾ സൈസ് എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന ചോദ്യത്തിന് ഏറ്റവും ജനറിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം എന്താണ്, എത്ര ലാർജായിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്.
നമുക്ക് നമ്മൾ നടത്തുന്ന സ്റ്റഡിയുടെ ഉത്തരം അറിയണമെന്നൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേറെ പല കൺസ്ട്രെയിൻസ് കാണുമല്ലോ. സമയമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പണം ഒരുപാട് ചിലവാക്കാനില്ല എന്നൊക്കെ ഉള്ള. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് കൺസിഡർ ചെയ്തുകൊണ്ട്, ആ ഒരു ബുദ്ധിമുട്ടുകൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കെടുക്കാൻ പറ്റുന്ന മാക്സിമം സാമ്പിൾ എടുക്കുക. അത്രയേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ അവസാനിക്കുന്നത്. ഇനി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ പറയണമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ മാക്സിമം നേരത്തെ ആ രീതിക്കൊന്ന് ഇടാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക, കമൻറ്റ് ചെയ്യുക, മെസ്സേജ് ഇടുക ചെയ്യുക. താങ്ക് യു ഓൾ.